ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലോട്ട് വരുവാണ്. കാരണം വണ്ടി ഓടാൻ കൊടുത്തതിൻ്റെ ആദ്യത്തെ മാസത്തെ വാടക കിട്ടിയിരിക്കുവാണ്. അത് ഭയങ്കര സന്തോഷത്തിൽ രേവതിയുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. രേവതി, ഇത് നമ്മുടെ മണി ബോക്സിലിടാൻ രേവതി. ഏതായാലും നീ പറഞ്ഞ ഐഡിയ കൊള്ളാം. കാറ് വാടകയ്ക്ക് കൊടുക്കാൻ പറഞ്ഞതേ, ആദ്യത്തെ മാസത്തെ കാശ് അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടി. പെട്ടെന്ന് തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുകളിൽ മുറി കെട്ടാൻ പറ്റും രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണേ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം സച്ചിയേട്ടാന്ന് പറഞ്ഞ് രേവതി പോകാൻ പോകുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഏയ് വേണ്ട രേവതി, എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ കാശ് കയ്യിലിരുന്ന ചിലവായി പോകും. അതാ കൈയോടെ നിന്നെ ഏൽപ്പിച്ചിട്ടും പോകാമല്ലോ എന്ന് ഓർത്ത് വന്നത്. ഞാൻ പോട്ടേന്ന് പറഞ്ഞ് സച്ചി പോകാനൊരുങ്ങുമ്പോഴേക്കും രേവതി സച്ചിയെ വിളിക്കുവാണേ. സച്ചിയേട്ടാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ്. സച്ചി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പേടിച്ച് പേടിച്ച് പറയുവാണേ, സച്ചിയേട്ടാ, ഇന്ന് ശരത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഓ നല്ല കാര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. സച്ചിയേട്ടാ, ഇന്ന് വൈകുന്നേരം അമ്മ എന്നോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് രേവതിയെ. അവൻ്റെ കൈ ഇപ്പോൾ ശരിയായി, കെട്ടൊക്കെ അഴിച്ചു എന്ന് രേവതി പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയും, ഓ ഇത്ര പെട്ടെന്ന് ശരിയായോ അവൻ്റെ കൈ? കുറച്ചും കൂടെ ബലം പിടിച്ചൊടിക്കണമായിരുന്നു എന്ന് സച്ചി പറയുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണേ. രേവതി പറയുന്നുണ്ട്, മതി സച്ചിയേട്ടാ, വൈകുന്നേരം അമ്മ എൻ്റെ അടുത്ത് വീട്ടിലോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, നിന്നോടാണോ അതോ നമ്മളോടാണോ എന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സച്ചി തുടർന്ന് സംസാരിക്കുവാണേ, നിന്നോടായിരിക്കും, എന്നോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ നിൻ്റെ ആ അനിയെന്ന് ചോദിക്കുന്നുണ്ടേ. ഇല്ല സച്ചേട്ടാ, അവൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തിനാ രേവതി ഇങ്ങനെ കള്ളം പറയുന്നത്? അവൻ്റെ കൈ ഒടിച്ചത് ഞാനാ. കൈ ഒടിച്ച ആൾ തന്നെ ബർത്ത്ഡേക്ക് വരണം എന്ന് അവൻ പറയുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അവൻ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് വരരുതെന്ന്. അവൻ അങ്ങനെ പറയൂന്ന് സച്ചി പറയുന്നുണ്ട്. നിൻ്റെ അമ്മയും പറഞ്ഞോ എന്നോട് വരണ്ടാന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ സച്ചിയേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ, അമ്മ ഒരിക്കലും അങ്ങനെ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അപ്പോൾ അവൻ അങ്ങനെ പറഞ്ഞല്ലേ ആ ശരത്ത് എന്നോട് വരണ്ടാന്ന്? ആ ശരി, ഞാൻ എന്തിനാ അവൻ്റെ കൈ ഒടിച്ചത് നിനക്കറിയാവോ രേവതി? കൂട്ടുകെട്ട് നല്ലതല്ല. ജോലിയില്ലാതെ കണ്ട പലിശ പിരിക്കുന്നവരുടെ കൂടെ ഗുണ്ടാ സംഘത്തിൻ്റെ കൂടെയൊക്കെ കറങ്ങി നടക്കുക. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നിട്ടും അവൻ അതിൽ നിന്നും പിന്തിരിയുന്നില്ല. ഇപ്പോഴും ആ ആൻ്റണിയുടെ കൂടെ തന്നെ അവൻ്റെ നടപ്പെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ശരിയാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറ്റേ കൈയും കൂടി നല്ല ബലത്തിൽ അവൻ്റെ തിരിച്ചൊടിച്ചാനേന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ദേഷ്യം വരുവാണേ. രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചി ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ടേ, അവൻ ഇങ്ങനെ ആവാൻ കാരണം നീയും നിൻ്റെ വീട്ടുകാരുവാ. അടിച്ചു വളർത്തണമായിരുന്നു, അപ്പം അവൻ നല്ല വഴിക്ക് നടന്നാനിരുന്നു. ദേ ഈ വീട്ടിലുണ്ട് ഒരാൾ പൈസ എടുത്ത് ഓടുന്നവൻ. അവനെ അമ്മ സ്നേഹം കൊടുത്ത് വളർത്തിയതാ. അവൻ അവസാനം എന്തോ പറ്റി? ക്രിമിനലായി. അത് തന്നെയാണ് നിൻ്റെ വീട്ടിലെയും അവസ്ഥ. നിങ്ങൾ സ്നേഹിച്ച് അവനെ ഒന്നിൽ നിന്നും ശ്രദ്ധിക്കാതെ അവനെ അങ്ങനെ അവൻ്റെ വഴിക്ക് വിട്ടു. അതാ അവൻ്റെ കാര്യത്തിൽ നടന്നത്. തല്ലി വളർത്തണമായിരുന്നു രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ. നിന്റെ അനിയൻ നല്ലതായിരുന്നെങ്കിൽ നീ ഇതുപോലെ ഭയത്തോടെ വന്ന് അനിയൻ്റെ പിറന്നാളാണെന്ന് എന്നോട് പറയില്ലായിരുന്നു. വാ സച്ചിയേട്ടാ, ഇന്ന് ശരത്തിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് പോകാമെന്നേ നീ പറയത്തുള്ളൂ. ഇത് പേടിച്ച് പേടിച്ചാ എന്നോട് കാര്യം അവതരിപ്പിക്കുന്നത് തന്നെ. അവൻ പറഞ്ഞു എന്നോട് വരണ്ടാന്ന്, അത് തന്നെ കാര്യം എന്ന് പറയുമ്പോഴേക്കും രേവതി വീണ്ടും ഇല്ല സച്ചിയേട്ടാ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മതി രേവതി അഭിനയിച്ചത്, എനിക്കറിയാം, നീ ഇനി കള്ളങ്ങളൊന്നും പറയണ്ടാന്ന് സച്ചി പറയുവാണേ. തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കണം രേവതി. ഇപ്പോഴും നീ അവനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നത്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന് അതിൽ ശരിയുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുത്തോ, പക്ഷെ തെറ്റാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾ അവൻ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഇല്ല സച്ചിയേട്ടാ, അവൻ പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നല്ല മാറ്റം ഉണ്ടെന്നോ? അവൻ ഇപ്പോഴും ആൻ്റണിയുടെ കൂടെ തന്നെയല്ലേ കറങ്ങി നടക്കുന്നത്? അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആൻ്റണിയാണ് ശരത്തിനെ. അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവേ, എന്താ രേവതി നീ പറയുന്നത്? ആൻ്റണിയാണ് ശരത്തിനെ ചീത്താക്കിയതെന്നോ? ഇപ്പോൾ റോഡിൽ നമ്മുടെ കാലൊരു കല്ലിലിടിച്ച് കഴിഞ്ഞാൽ കല്ലിനെയാണോ കുറ്റം പറയേണ്ടത്? നമ്മൾ നോക്കി നടക്കാത്തത് കൊണ്ടല്ലേ കല്ലിലിടിച്ചത്. അവൻ നോക്കി നടക്കുന്നില്ല, കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിച്ചെടുക്കണം. അതെങ്ങനെയാ? അവനും ഒരു കള്ളനായി പോയില്ലേ എന്നൊക്കെ സച്ചി ദേഷ്യത്തിൽ പറയുവാണേ. അപ്പോഴേക്കും ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്കും ദേഷ്യം വരുന്നുണ്ട്. സച്ചേട്ടൻ ഇപ്പോൾ എന്താ പറഞ്ഞത്? അവൻ കള്ളനാണെന്നോ? എന്താ അന്ന് ആ ബൈക്ക് മോഷ്ടിച്ച കാര്യമാണോ ഇപ്പോഴും സച്ചിയേട്ടൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി ദേഷ്യത്തിന് സത്യം വെളിപ്പെടുത്താൻ പോവാണേ. ഞാൻ അതിൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞ രേവതി, അവൻ എൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് സ്വബോധം തിരിച്ചു കിട്ടുമ്പോഴേക്കും അത് നിർത്തുവാണേ. സച്ചിയുടെ വായിൽ നിന്ന് അറിയാതെങ്കിലും ആ സത്യം പുറത്തു വരാൻ പോയതാണ്, അമ്മയുടെ പണം മോഷ്ടിച്ചത് ശരത്താണെന്നുള്ളത്. പക്ഷെ അത് വന്നില്ല. അപ്പോഴേക്കും സച്ചി ആ സംഭാഷണം സ്റ്റോപ്പ് ചെയ്യുവാണ്.
കള്ളൻ്റെ കൂടെ കൂട്ടുകൂടി നടക്കുന്നവന് കള്ളബുദ്ധിയേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവൻ്റെ ആ സ്വഭാവമൊക്കെ മാറി സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും അറിയില്ലാന്നോ? ശരി ശരി, എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, ട്രിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പോവാം. അല്ല നിൻ്റെ തീരുമാനം എന്താ? അപ്പോൾ രേവതി ചോദിക്കും, എന്ത് തീരുമാനം? വൈകുന്നേരം നീ പരിപാടിക്ക് പോകുന്നുണ്ടോ, ശരത്തിൻ്റെ ബർത്ത്ഡേ ഒക്കെ പോകുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുവാണേ. ഞാൻ തീരുമാനിച്ചിട്ടില്ല സച്ചേട്ടാന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശരി നീ പോവണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയും, പോവണ്ടെന്നോ? ആ പിന്നെ അവൻ എന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് വല്ല മര്യാദ അവൻ തരുന്നുണ്ടോ? ഞാൻ പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം ആ ആൻ്റണിയുടെ കൂടെ കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുണ്ടോ? ആ വേണ്ട, എനിക്കൊരു മര്യാദയും തരണ്ട, അവൻ ആൻ്റണി മതിയല്ലോ, അവൻ ആൻ്റണിയുടെ കൂടെ തന്നെ നടക്കട്ടെ എന്ന് സച്ചി ദേഷ്യത്തിൽ തന്നെ പറയുവാണേ. എനിക്ക് മര്യാദ തരണ്ട, പക്ഷെ നീ അവൻ്റെ ചേച്ചിയല്ലേ, നീ പറയുന്നത് എന്തെങ്കിലും അവൻ കേൾക്കുന്നുണ്ടോ? നീയൊക്കെ അവനെ വളം വെച്ച് കൊടുക്കുന്നത്. അവൻ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ നീയൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാവാൻ നന്നാവാത്തെ, നേരെ ആവാൻ തോന്നാത്തെ. രേവതി വേറെ നിവർത്തിയില്ലാതെ സച്ചി പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ശരി സച്ചിയേട്ടാ, പക്ഷെ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പോകണ്ടേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഭർത്താവിന് മര്യാദ കിട്ടാത്തടുത്ത് ഭാര്യ പോകുന്നത് എങ്ങനെയാ? ഭർത്താവിനെ വിളിക്കാത്തടുത്ത് ഭാര്യ പോകണ്ട. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് രേവതി. എന്നോട് വരരുതെന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് നീ പോകുന്നത് ശരിയാണോ? പോകണ്ട, നീ എൻ്റെ വാക്ക് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ. രേവതി ആകെ പ്രതിസന്ധിയിലായിരിക്കുവാണ്. അവിടെയാണെങ്കിൽ ശരത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഒരുക്കങ്ങളൊക്കെ പുരോഗമിക്കുവാണ്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, അമ്മേ രേവതി ചേച്ചി വരില്ലേ, കാണുന്നില്ലല്ലോ ഇത്ര നേരമായിട്ടെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അവളുടെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങണ്ടേ മോളെ, അവൾ വരും എനിക്ക് ഉറപ്പാണെന്ന് പറയുവാണേ. അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ഇനി അയാൾ വിട്ടില്ലെങ്കിലോ? അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, ആര്? ആ സച്ചി, അയാളോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞില്ലേ, ആ വാശിക്ക് അയാൾ വേണമെങ്കിൽ ചേച്ചിയും വിടത്തില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അമ്മ ചോദിക്കും, സച്ചി വന്നാൽ എന്താണ് നിനക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടേ. അയാൾ വന്ന അപ്പം തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും, പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ശരത്ത്. ദേവു പറയും, അമ്മ ആദ്യം ചേച്ചിയെ വിളിച്ച് ഇറങ്ങിയോന്ന് ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും അമ്മ നേരെ രേവതിയെ വിളിക്കുവാണേ. രേവതി ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് അമ്മ വിളിക്കുന്നത്. രേവതി ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ ചോദിക്കും, മോളെ നീ ഇറങ്ങിയോന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്താ ഇറങ്ങാത്തേ? ഇവിടെ എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, നീ വന്നതിന് ശേഷം കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുവാന്നൊക്കെ അമ്മ പറയുവാണേ. രേവതി വളരെ വിഷമത്തോടെ ഞാൻ വരണോ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? അമ്മായിയമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? പോകണ്ടെന്ന് വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഏയ് ഇല്ലമ്മേ, അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അച്ഛനോട് പറഞ്ഞിട്ട് മോള് വാ, എളുപ്പം വാ, നിൻ്റെ അനിയനല്ലേ, അനിയനെക്കാളും വലിയ എന്ത് കാര്യം അവിടെ ഉള്ളത്, നീ പറഞ്ഞിട്ട് വാ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി പറയും, ഇല്ലമ്മേ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ സച്ചിയേട്ടൻ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ സച്ചി പോകണ്ടെന്ന് പറഞ്ഞോ? ഹാ, ഞാൻ സച്ചിയേട്ടനെ വിളിച്ചു, പക്ഷെ സച്ചിയേട്ടൻ വരുന്നില്ലെന്നാണ് പറഞ്ഞത്, എന്നോടും പോകണ്ടെന്ന് പറഞ്ഞിരിക്കുവാന്നൊക്കെ പറയുന്നുണ്ടേ. ദേഷ്യത്തിൽ ബഹളം വെച്ച സച്ചിയേട്ടൻ ഇവിടെ നിന്നും പോയെന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, സച്ചിക്ക് ഇപ്പോഴും ശരത്തിനോടുള്ള ദേഷ്യം മാറിയില്ലേ? അവനിപ്പോൾ പഴയ പോലെയൊന്നുമല്ല, ഒരുപാട് മാറ്റമുണ്ട്, പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആൻ്റണിയുടെ ഓഫീസിൽ പോയിരിക്കും അവിടുത്തെ കണക്കുകൾ നോക്കാൻ, അല്ലാതെ അവൻ വേറെ പണിക്കൊന്നും മോശം പരിപാടിക്കൊന്നും പോകുന്നില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ടേ അമ്മ. അവൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ആൻ്റണിയുടെ അവിടുത്തെ ജോലി വിട്ട് പുതിയ നല്ലൊരു ജോലി നോക്കും എന്ന് അവൻ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടേ. ഞാൻ ഇതൊക്കെ പറഞ്ഞു നോക്കിയമ്മേ, പക്ഷെ സച്ചിയേട്ടൻ കേൾക്കുന്നില്ല, എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ രേവതി പറയുവാണേ അമ്മേനോട്. ശരത്ത് ഇവിടെ നീ എപ്പോൾ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക, ഞാൻ അവൻ്റെ ഈ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ശരത്തിന് ഫോൺ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ശരത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശരത്തെ ഞാൻ ഇറങ്ങിയില്ല, ഞാനിവിടെ. അപ്പോൾ ശരത്തിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എന്താ അയാൾ വരണ്ടെന്ന് പറഞ്ഞോ, എൻ്റെ ബർത്ത്ഡേക്ക് പോകണ്ടെന്ന് പറഞ്ഞോ? അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ലേ. എൻ്റെ ബർത്ത്ഡേക്ക് പോകണ്ടെന്ന് പറയാൻ അയാൾ ആരാ? ചേച്ചി വാ, ചേച്ചി വരാതെ ഇവിടെ ഒരു പരിപാടിയും നടക്കില്ല, കേട്ടല്ലോ, ചേച്ചിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്, ചേച്ചി വന്നില്ലെങ്കിൽ പരിപാടിയും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ ശരത്ത് ഫോൺ കട്ട് ചെയ്യുവാണേ. രേവതി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണേ. അപ്പോഴേക്കും വർഷ വരുവാണ്. വർഷ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കും, ആഹാ അതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത്, ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, അല്ല എന്നോട് വീട്ടിലോട്ട് വരാൻ പറഞ്ഞു വർഷയെന്ന് പറയുവാണ്. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ആ അപ്പോൾ പിന്നെ പോകണം, അതിനെന്താ കുഴപ്പം? അല്ല എന്നോട് പോകണ്ടെന്ന് പറഞ്ഞു. ഓ സച്ചിയേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞു, സച്ചിയേട്ടനും ചേച്ചിയുടെ അനിയനും തമ്മിൽ ചേർന്ന് പോകില്ലല്ലോ,
എന്നാലും ഇത് കുറച്ച് ഓവറാ. സച്ചേട്ടൻ എന്തിനാ രേവതി ചേച്ചിനോട് പോകണ്ടെന്നൊക്കെ പറയുന്നത്? രേവതി ചേച്ചിയുടെ അനിയനല്ലേ ഒന്നില്ലെങ്കിലും. രേവതി ചേച്ചി എന്താ സച്ചേട്ടൻ്റെ വേലക്കാരിയാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, അല്ല വർഷേ, സച്ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അതാ ഞാൻ ചോദിച്ചത്, രേവതി ചേച്ചി വേലക്കാരിയാണോ? അല്ലല്ലോ. സ്വന്തം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സച്ചേട്ടൻ്റെ അനുവാദം എന്തിനാ ചേച്ചിക്ക് പൊക്കൂടെ എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംഭാഷണം നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുവാണ്. സച്ചേട്ടൻ പറയുന്നത് അനുസരിക്കാതെ ഞാൻ പോയി കഴിഞ്ഞാൽ സച്ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ രേവതി ചേച്ചി ഇതൊക്കെ കുറച്ച് ഓവറാ. രേവതി ചേച്ചിയുടെ വീട്ടിൽ പോകണ്ടെന്ന് പറയാൻ സച്ചേട്ടൻ ആരാ? ഇപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ രേവതി ചേച്ചി പറയുവാണ്, സച്ചേട്ടൻ ആ പരിപാടിക്ക് പോകണ്ടെന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ കേൾക്കുമോ? ഇല്ലല്ലോ. സച്ചേട്ടൻ ആ പരിപാടിക്ക് വരുന്നതും വരാത്തതൊക്കെ സച്ചേട്ടൻ്റെ ഇഷ്ടമാണ്. രേവതി ചേച്ചി പോയിട്ട് വാന്നൊക്കെ വർഷ പറയുന്നുണ്ട്. സച്ചേട്ടൻ പറയുന്നതും കേട്ട് ഈ പരിപാടിക്ക്, സ്വന്തം വീട്ടിലെ പരിപാടിക്ക് രേവതി ചേച്ചി പോകാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒരു പരിപാടിക്കും സച്ചേട്ടൻ വിടാൻ പോകുന്നില്ല. രേവതി ചേച്ചി ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഫാമിലി ആയിട്ടുള്ള കണക്ഷൻ തന്നെ പോകും. രേവതി ചേച്ചി പോയിട്ട് വാന്ന് വർഷ പറയുവാണേ. ഏയ് ഇല്ല വർഷേ, ഞാൻ പോകുന്നില്ല. സച്ചേട്ടൻ അതൊന്നും ഇഷ്ടാവില്ല എന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ ഇപ്പോൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഓട്ടം വന്നിട്ട് പോയി എന്ന് പറയുവാണേ. എപ്പോൾ വരും എന്ന് ചോദിക്കുമ്പോൾ രാത്രിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, പിന്നെന്താ കുഴപ്പം, രേവതി ചേച്ചി പോയി ഒന്ന് വിഷ് ചെയ്തിട്ടൊക്കെ വാ. സച്ചേട്ടൻ വരുമ്പോൾ രാത്രിയാവില്ലേ, ഒന്ന് പുറത്തു പോയി അതിനു മുമ്പ് വിഷ് ചെയ്ത് വരുന്നതിന് എന്താ ഇത്ര പ്രശ്നം? പോയില്ലെങ്കിൽ രേവതി ചേച്ചിയുടെ അനിയൻ മിണ്ടില്ല, അത് രേവതി ചേച്ചിക്ക് കുഴപ്പമില്ലേ? പോയിട്ട് വാ, രേവതി ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല, ഞാൻ ജോലിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്നും പോകുവാണേ. അപ്പോൾ ചന്ദ്ര ഇതൊക്കെ ഒളിഞ്ഞു കേട്ടിട്ട് മനസ്സിൽ സന്തോഷിക്കുവാണ്. ഇവളെങ്ങാനും അനിയൻ്റെ ബർത്ത്ഡേക്ക് പോയി കഴിഞ്ഞാൽ, സച്ചിയുടെ വാക്ക് ധിക്കരിച്ച് ഇവള് പോയാൽ ഈ വീട്ടിലൊരു പ്രശ്നം, അവർ തമ്മിൽ അടിച്ചു പിരിയും എന്നൊക്കെ ചന്ദ്ര മനസ്സിലിങ്ങനെ സന്തോഷിച്ച് സ്വപ്നങ്ങളൊക്കെ കാണുവാണ്. വർഷയുടെ വാക്കും കേട്ട് രേവതിയും ഒന്നും നോക്കാതെ അവിടെ നിന്ന് റെഡിയായിട്ട് ഇറങ്ങി പോകുവാണേ. ചന്ദ്ര ഇതാണ്ട് സന്തോഷിക്കുക. അവൾ സച്ചിയുടെ വാക്ക് ധിക്കരിച്ചു, ഇന്ന് ഈ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നൊക്കെ ചന്ദ്ര സന്തോഷിക്കുന്നുണ്ടേ. ശരത്താണെങ്കിൽ സമയമായിട്ടും രേവതിയെ കാണാത്തോണ്ട് ദേഷ്യത്തിൽ നടക്കുവാണ്. അമ്മേനോട് പറയുന്നുണ്ട്, അമ്മേ പരിപാടിയൊന്നും വേണ്ട, ചേച്ചി വരുന്നില്ലല്ലോ, എനിക്കൊരു പരിപാടിയും വേണ്ട, ഒരു ബർത്ത്ഡേ പാർട്ടിയും വേണ്ട എന്നൊക്കെ ശരത്ത് പറയുവാണേ. അപ്പോഴേക്കും അമ്മ പറയും, ഒന്ന് വെയിറ്റ് ചെയ്യ്, അവൾ വരുമായിരിക്കും, നമുക്ക് നോക്കാടാന്നൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, അമ്മേ രേവതി ചേച്ചി വരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, എനിക്കും സംശയമാടി, സച്ചി പോകണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവൾ വരുമെന്ന് തോന്നുന്നില്ല. ഇവനാണെങ്കിൽ ഈ പരിപാടി നിർത്താം, ക്യാൻസൽ ചെയ്യുമെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവരോടും എന്തു പറയും മോളെ എന്നൊക്കെ അമ്മ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ രേവതി വരുവാണേ വീട്ടിലോട്ട്. രേവതിനെ കാണുമ്പോഴേക്കും അമ്മക്കും ശരത്തിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ശരത്തിനാണെങ്കിൽ എന്തോ യുദ്ധം ജയിച്ച സന്തോഷമൊക്കെയാണേ. രേവതി ഓടി വന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ ചേച്ചി വരില്ല എന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, ഞാൻ എങ്ങനെ വരാതിരിക്കുവോടാ, നിന്റെ പിറന്നാളിന് ഞാൻ വരാതിരിക്കുമോ? അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചി വന്നല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി വന്നതിലെന്നൊക്കെ പറയുവാണേ. അവിടെ എല്ലാ ഒരുക്കങ്ങളും നടക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. അപ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വിഷമിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, ഒന്നുമില്ലമ്മേ, വാ നമുക്ക് കേക്കൊക്കെ മുറിക്കാമെന്ന് പറയുവാണ്. അപ്പോഴേക്കും അമ്മ ചോദിക്കുന്നുണ്ട്, സച്ചിയോ? സച്ചിയേട്ടൻ ഓട്ടത്തിന് പോയിരിക്കുക, നീ സച്ചി പോകണ്ടെന്ന് പറഞ്ഞിട്ട് നീ വന്നതാണോ? സച്ചിനോട് പറഞ്ഞിട്ടാണോ നീ വന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയും, അയ്യോ ഒന്നുമില്ലമ്മേ, സച്ചിയേട്ടൻ സവാരിക്ക് പോയിരിക്കുക, അദ്ദേഹം വൈകുന്നേരം വരുന്നതിന് മുമ്പ് എനിക്ക് പോകണം, ഒരുപാട് പണികളുണ്ട് വീട്ടിൽ. അപ്പോൾ നീ പറയാതെയാണോ മോളെ വന്നതെന്നൊക്കെ അമ്മക്ക് ടെൻഷനാവുകയാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല അമ്മേ, അമ്മ എളുപ്പം കേക്ക് മുറിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അകത്തോട്ട് പോവുകയാണേ. പക്ഷേ രേവതിയുടെ ധാരണകളൊക്കെ തെറ്റിച്ചുകൊണ്ട് സച്ചി വീട്ടിലോട്ട് വരുവാണ്. അതായത് ചന്ദ്രോദയത്തിലോട്ട് ട്രിപ്പിൻ്റെ ഇടയിൽ വരുവാണേ. രേവതി എന്ന് വിളിച്ചുകൊണ്ട് വരുവാണ്. രേവതി അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എത്ര വിളിച്ചു കൂവിയാലും അവൾ കേൾക്കൂലടാ, അവൾ എവിടെ ഉണ്ടെങ്കിലല്ലേ കേൾക്കുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അവൾ എവിടെ പോയി എന്ന് ചോദിക്കുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.